ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് ആയല്ലോ. രാവിലെ എഴുന്നേറ്റ് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നമുക്കിനി താഴോട്ട് പോവാം. ജസ്റ്റ് ഫ്രഷപ്പായി ഒന്ന് മോർണിംഗ് സ്കിൻ റൊട്ടീൻ ഒന്ന് കണ്ടാലോ. ജസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ തേച്ച് ഒന്ന് ജസ്റ്റ് ലിപ് ബാം ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ സ്കിന്നിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഡാർക്ക് സർക്കിൾസൊക്കെ പോയി. അതുപോലെ തന്നെ നല്ല ഇതുണ്ട്. ഈ ബോട്ടിൽ തീരാറായിട്ടുണ്ട്, റീസ്റ്റോക്ക് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ പർപ്പിൾ നിന്നായതുകൊണ്ട് ഓല് ഇന്ന് ഓർഡർ ചെയ്ത നാളെ തന്നെ കൊണ്ടുവരും. അപ്പോൾ കഴിഞ്ഞിൻ്റെ തലേന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. രാവിലെ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം, ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ നമ്മളങ്ങനെ നടക്കാനിറങ്ങി. കുറേ ദിവസമായി നടക്കാനൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം ഇന്ന് നടക്കാൻ പോവാ വിചാരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി. എന്നും നടക്കാൻ എണീക്കണം നേരത്തെ എന്ന് വിചാരിക്കും, പക്ഷേ സുബഹിസ്കരിച്ച് പിന്നെ അറിയാതെ കിടന്നുറങ്ങി പോവും. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ചൊക്കെ നടന്നത്. അധികം നടന്നില്ല, കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ ഇങ്ങോട്ട് റിട്ടേൺ പോകുന്നു. കാര്യമായിട്ട് പോണത് ആ കോടമഞ്ഞിലെ അന്തരീക്ഷം കാണാനാണ്. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ കണ്ട് ആസ്വദിച്ച്, ചെറിയൊരു തണുപ്പും അങ്ങനത്തെ അന്തരീക്ഷമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് ഒരു 100-200 മീറ്ററൊക്കെ നടന്നു. പിന്നെ നമ്മൾ റിട്ടേൺ പോകുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് നമ്മളെ വീട്ടിലേക്കെത്തി കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി. ജസ്റ്റ് ഉമ്മാക്ക് എന്താ പണിയെന്ന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഉമ്മ നെയ്യപ്പം ചുടും കലത്തപ്പവും ഒക്കെ ഉമ്മ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കടിക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോത്തിന് നമ്മളെ ഹസീമ് മോൻ ഉണർന്നു. ഓന് ഫുഡൊക്കെ കൊടുത്തു. ഇന്ന് പാത്തുമ്മക്ക് സ്കൂളില്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഫുഡ് കൊടുക്കലൊക്കെ പെട്ടെന്ന് കൊടുക്കലാണ്. കാരണം സ്കൂളിൽ ഈ സംഘർക്ക് തന്നെ അറിയാമല്ലോ എന്താണെന്ന്. ആ ഒരു നേരം ഭയങ്കര തട്ടിപ്പടിച്ചിലേക്കാരം. ഫുഡ് ഉണ്ടാക്കലും ചായ കൊടുക്കലും കുളിപ്പിക്കലും ഒക്കെ പാടെ ഭയങ്കര തിരക്കിലേക്കാരം. അപ്പോൾ ഇന്നോളെ സ്കൂൾക്ക് പനിയായിട്ട് പറഞ്ഞേക്കില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഒക്കെ സാവകാശം ചെയ്യണത്. ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഓനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ക്യാമറയ്ക്ക് നല്ല ശ്രദ്ധയിൽ നോക്കി നല്ല ചിരിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓനെ കുറച്ച് കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആളെണീറ്റു. അടുത്ത ആളോടൊന്ന് ഓൻ നേരെ ഓൻ ഇനിയൊന്നും പറ്റില്ല. ഓൻ്റെ അമ്മമാനെ പറ്റുള്ളൂ. ഓൻ്റെ അമ്മമാൻ്റെ ഡെലിവറി കഴിയുന്ന ശേഷം ഓൻ അപ്പം ഉമ്മ 2 കുട്ടികളും പിടിച്ചു. ആ നേരം കൊണ്ട് ഞാൻ ദോശ ഉമ്മാനൊക്കെ ചുട്ടുകൊടുത്തു. ഓ നേരെ ഉമ്മാൻ്റെ അടുത്തേക്കാ പോവാ. ജസ്റ്റ് ഒന്ന് പട്ടി ഷോക്ക് വേണ്ടി ചട്ടിന്നെടുത്തതാണ്. ഫുഡ് ഞാൻ അപ്പം തന്നെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അടുത്ത് പറഞ്ഞ് ഞാൻ പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ പോയി. ഫുഡ് എടുക്കാൻ ചെന്നപ്പോത്തിന് കുഞ്ഞിപ്പാത്തുമ്മ സുന്ദരിക്കുട്ടി ഉണർന്നു. സുന്ദരിക്കുട്ടി അവിടെ കയറിയിരിക്കുകയാണ്, ടേബിളിൽ കയറി ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറക്കി മോന് ഫുഡ് കൊടുത്തു. ഞാനും ഫുഡ് കഴിച്ചു. ഞാൻ ചായ കുടിക്കാറ് പതിവില്ല. ഇന്നിപ്പോൾ തൊണ്ടവേദനയും ജലദോഷവും ഒക്കെപ്പാടായിട്ട് എന്തെങ്കിലും ചൂടില്ല കുടിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ച് ഇന്ന് ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചു. അങ്ങനെ മാസത്തിലൊരു പ്രാവശ്യമോ അങ്ങനെയൊക്കെ ചായ കുടിക്കലുള്ളൂ. എനിക്ക് ചായ പൊതുവേ ഇഷ്ടമല്ല. ഓനങ്ങനെ ഇതൊത്തും പറയണ്. പിന്നെ അവൻ്റെ മുടിയൊക്കെ മൊട്ടടിച്ച് വേറെ ലെവലാക്കിയിരിക്കണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ പിന്നെ ഇവനാണ് ഏറ്റവും ഇഷ്ടം, ഹാമിക്കുട്ടന്. ഓന് 4-5 ഗ്ലാസ് ചായ ഇങ്ങനെ കുടിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ്.
ഇതിൻ്റെ ഇടയിലൊന്നും ഹോസ്പിറ്റലിലായി, യൂറിനിൽ ഇൻഫെക്ഷനും കാര്യങ്ങളും നന്നായിട്ട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ മരുന്ന് ഇതുവരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല. 2-3 ദിവസമായി. ടാബ്ലറ്റ് കഴിക്കുന്നല്ലാതെ ഞാൻ ആ കുപ്പിമരുന്ന് കുടിക്കലില്ല. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കുടിച്ചായിരുന്നു. ഉമ്മ ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇത്തിരി എടുത്ത് കുടിച്ചു നോക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതിന് പുളി മധുരം എന്തൊക്കെയോ ഒരു ഫ്ലേവറാണ്. കുറച്ച് കുടിച്ചു, ബാക്കി കൊണ്ടുപോയി ചിന്തി. ഒരു സുഖമില്ലാത്ത ഫ്ലേവർ. അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഓൻ കരയുണ്ട് പറഞ്ഞ് ഉമ്മ വിളിച്ചു. അപ്പോൾ ഓനെ പോയി എടുത്തോണ്ട് ഓനെ കുളിപ്പിച്ച് കാലൊക്കെ നല്ലോണം മസാജ് ചെയ്തെടുത്ത്, എണ്ണ തേച്ച് നല്ലോണം മസാജ് ചെയ്ത് ഉഴിഞ്ഞെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച്. ഒരു ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകെ ചിന്തി, ആകെ വാരി വലിച്ചിട്ട് അതൊക്കെ തുടച്ച് നന്നാക്കി. ഡ്രസ്സുകൾ കുറച്ച് മടക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി. അലക്കിയ ഡ്രസ്സ് കുറച്ച് മടക്കി വെക്കാണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു മരുവ് വേഷം ആകുമ്പോഴാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ എനിക്കപ്പം മടക്കാൻ കൂടില്ല, കുട്ടികളെ കരച്ചിലും നിലയും വിളിയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ അപ്പം മടക്കിയിട്ടില്ല. പിന്നെ രാവിലെ ഞാൻ അകടിച്ചു വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് അത് മടക്കി വെച്ചത്. അതൊക്കെ മടക്കി പാത്രം ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടൊരു പുഡിങ് ഉണ്ടാക്കാൻ വിചാരിച്ചു. 2 ദിവസമായി കൊണ്ടു വെച്ചിട്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് 2 ദിവസമായപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു. അപ്പോൾ ഒരു സൈഡ് ചെറുതായി ചീഞ്ഞിന്. ഇനി ഇന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അതിട്ട് വലിച്ചെറിയേണ്ടി വിചാരിച്ച് പുഡിങ് ഉണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോല് ചെത്താൻ നന്നായിട്ട് പഴുത്തിട്ടുണ്ടത്. ഇതിൻ്റെ ഹെൽപ്പേഴ്സാണ് ഈ നിൽക്കണതൊക്കെ, തെലങ്ങും ബലങ്ങും. അവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തൊലി കഴിഞ്ഞപ്പോൾ ഒരു പാത്രം കൊണ്ടുവന്നു. കൈ കഴുക്. കള്ളത്തിയേ അടിച്ചിട്ട് ഇത് നന്നായി മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അരിച്ചെടുത്തില്ല. പക്ഷെ അരിച്ചെടുത്തില്ല വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ബൗളിലോട്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് ആഡ് ചെയ്തത്. പാലിക്ക് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ബ്ലെൻഡ് ചെയ്തപ്പോൾ അതിക്കാണ് ഞാൻ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്ങനെ ചെയ്താലും മതി.
ഇനി ചൈന ഗ്രാസ് എത്ര ഗ്രാമാണ് എനിക്കറിയില്ല, ഞാനത് ഫുള്ള് ഇട്ട് പക്ഷേ ഒന്ന് 20 ഗ്രാമൊക്കെ മതി എന്നാണ് ഉമ്മ പറഞ്ഞത്. കാരണം ഉമ്മ അത് പുറത്തേക്ക് സെയിൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ താഴെ നമ്പർ കൊടുക്കാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഉമ്മാക്ക് നെയ്യപ്പം കലത്തപ്പം ഒക്കെ ഉമ്മ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കട്ടോ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ചൈന ഗ്രാസ് വെള്ളം ഒഴിച്ചാദ്യം ഒന്നും ചൂടായിട്ടാണ് ഞാൻ ചൈന ഗ്രാസ് എടുത്തിടുന്നത്. നല്ലോണം മെൽറ്റ് ആവട്ടെ. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗവിൽ വെള്ളം കുറഞ്ഞ ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചാൽ മതിയാവും. ഞാൻ അത്യാവശ്യം വെള്ളം വെച്ചിക്കണേ. പിന്നെ ഞാൻ കുറേ ആയി പരിപാടി ചെയ്തിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാനങ്ങനെ അടുപ്പത്തേക്കൊന്നും വല്ലാതെ കയറിയിട്ടില്ല. കാരണം എനിക്കൊരു പറ്റിയ സാഹചര്യം സിറ്റുവേഷൻസ് വന്നിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് അതിൽ ഇട്ടെടുത്ത് അത് ജസ്റ്റ് തടച്ച ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഞാൻ നല്ലോണം കുത്തിർന്ന് ഇളക്കി കൊടുത്തിക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വെറുതെ പട്ടിഷോക്ക് വേണ്ടി ഇളക്കിയതാണ്. ഞാനൊന്നും ചെയ്യണ്ട. പിന്നെ പാല് ജസ്റ്റ് ചൂടാകാൻ വെച്ച്, പാല് ചൂടായി വരട്ടെ. അപ്പോൾ ഒരു തിളക്കൊന്നും വേണ്ട. അതിന് മുന്നേ കുറച്ച് മുന്നേ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ അരക്കാതെയാണ് ഒഴിച്ചു കൊടുത്തത്. എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുഡിങ് ഉണ്ടാക്കി കഴിക്കണം എന്നില്ല, അമിതമായ കൊതി കൊണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. കാരണം ഇത് വരെ ആരും ഉണ്ടാക്കി കണ്ടിട്ടുമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഡിങ് ഉണ്ടാക്കണം. കളർ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, ദൂരെ ചൊറുക്കണ്ട കാണാൻ. കഴിക്കാനേക്കോട്ടെ അതിൻ്റെ കളറിൻ്റെ ഭംഗിക്കാണ് ഞാൻ കാര്യമായിട്ട്. പിന്നെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും മധുരം കൂടുതൽ കുത്തൽ വരാതെക്കാൻ ജസ്റ്റ് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അത് മധുരം ബാലൻസ് ചെയ്യാൻ നല്ലതാണ്, ആഡ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. അല്ലെങ്കിൽ ഒരു പച്ചവെള്ള ചുവ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുഡിങ്ങൊക്കെ റെഡിയായി. ഞാൻ ആദ്യം 2 കോപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്തു. വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്, ജസ്റ്റ് കൗത്തിക്കാണ്ട് ഇങ്ങനെ വെക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ രസം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ അങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ വലിയൊരു ഡ്രേക്ക് ഒഴിച്ചു കൊടുത്തു. മോനും മോളും പാരുമ്പളേ ചോദിക്കണ്ടേ എപ്പോഴാകുമ്പോൾ വെച്ചേ ഇതാവും, അത് കുറേ നേരം ഫ്രിഡ്ജിൽ വെക്കണോ, അങ്ങനെ ചോദിച്ച സംശയങ്ങൾ. അപ്പോൾ കുറച്ച് കഴിയും. ഇത് ചൂടാറിയിട്ടാട്ടോ ഫ്രിഡ്ജിക്ക് വെക്കേണ്ടത്. ഞാൻ ചൂടോടുക്ക അറിയാതെ വെച്ചതാണ്. പിന്നെ പറഞ്ഞു ചൂടോടുക്ക വെക്കാൻ പാടില്ല, ഒന്ന് ചൂടാറിയിട്ടേ വെക്കുള്ളൂ. അങ്ങനെ വെച്ചു വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാനങ്ങനെ വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഫ്രിഡ്ജിന് എന്തോ കംപ്ലൈൻറ്റ് വരും എന്നാണ് പറഞ്ഞത്. ഫ്രിഡ്ജിൽ ചൂടിൽ വെച്ചാൽ എന്തോ പ്രശ്നമാണ് പറഞ്ഞത് കേട്ടിക്കണം. ഇപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചൈന ഗ്രാസ് അരിച്ചൊഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിട്ടു പോയതാണ്. അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരു നൈറ്റ് ഫുള്ള് വെക്കണം എന്നാണ്. പിന്നെ ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം മക്കൾക്ക് അത് എടുത്തിട്ടു. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഉമ്മ. അപ്പോൾ കപ്പ ബിരിയാണിക്ക് വേണ്ട പലവക കിട്ടിയിരുന്നു. അത് കഴുകാൻ കൊണ്ടുപോയതാണ്. അത് ഒരു കഴുകിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാധാ ഇറച്ചി കഴുകും പോലെയല്ല, അത് കഴുകാൻ റിസ്ക്കാണ്. അപ്പം മെല്ലെ കഴുകാണ്ട് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. ഉമ്മ കഴുകണ തന്നെ നല്ലത് കരുതി ഉമ്മ വന്നിട്ട് നന്നായിക്കണം വിചാരിച്ച് അവിടെ വെച്ചു. അവന് കണ്ടോ, ഞാൻ എൻ്റെ കണ്ണ് തെറ്റിയപ്പോത്തിന് കുഞ്ഞിപ്പാത്തുമ്പോൾ പുഡിങ് എടുത്ത് തിന്നണ്. ലാസ്റ്റ് ഞാൻ ഓൽക്ക് ഉണ്ടാക്കും ആ ക്ലാസ് എടുത്ത് കൊടുത്തു. ഞാൻ കൊട്ടി നോക്കി എല്ലാ വീഡിയോയിലും കണ്ട പോലെ, പക്ഷെ അത് കൊട്ടാൻ പറ്റണില്ല, എന്തോ ആയി. കപ്പ ബിരിയാണിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇന്ന് പിന്നെ പലവക കഴുകി വൃത്തിയാക്കി. പിന്നെ അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഒരു ടീസ്പൂണാണ് ഞങ്ങൾ മുളക് പൊടി ഇട്ടത്. പക്ഷേ 1 ടീസ്പൂണ് നല്ല എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയുള്ള മുളക് പൊടി, അതാണ് 1 ടീസ്പൂൺ ഇട്ടത്. പിന്നെ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത് പിന്നെ ആ പലവക ബീഫിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 4-5 വിസിൽ കഴിഞ്ഞിട്ട് നോക്കാൻ വെന്തിക്കണമെന്ന്. പലവക ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല വേവ് ഉണ്ടാവും, ചില ബീഫിന് വേവ് തീരെ വേണ്ടി വരില്ല.
ഇത് അത്യാവശ്യം നല്ലോണം വേവ് വേണം. പിന്നെ അത് അടക്കണതിൻ്റെ മുന്നേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇട്ടെടുത്ത് ജസ്റ്റ് അത് അടച്ച് വെച്ച് വേവിച്ചു. ഇനി അത് അപ്പോഴേക്കും നമുക്ക് കപ്പ വൃത്തിയാക്കാൻ ഞാൻ പതിച്ച പണി 18 ഞാൻ നോക്കിക്കണം. എന്നെ കൊണ്ട് കഴിയണില്ല. എന്നിട്ട് ബീഫൊക്കെ വെന്ത് അതിക്ക് പൂളട്ടെടുത്തപ്പോഴാണ് അരിണീൻ്റെ ഇടയിൽ ഒരു കപ്പ അരിഞ്ഞത് കണ്ടിയില്ല. ഞങ്ങളവിടെ പൂള കപ്പ വരച്ചീനി ഒക്കെ പറയും കേട്ടോ. ഞങ്ങൾ കൂടുതൽ പൂള എന്നാണ് പറയൽ. അപ്പോൾ അതൊക്കെ നന്നായി 2 വിസിലടിച്ച് വെന്തു. പിന്നെ എണ്ണ ചൂടാകുമ്പോൾ ചീരുള്ളിട്ട് ജസ്റ്റ് ഒന്ന് തൂമിച്ചെടുത്താൽ മതി. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.